ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് പശ്ചിമേഷ്യയിലെ ഓരോ രാഷ്ട്രീയ സംഭവ വികാസവും നേരിട്ടുള്ള സാമ്പത്തിക പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതിനാൽ തന്നെ നിലവിലെ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് ഹ്രസ്വകാല ആശ്വാസം മാത്രമല്ല, ദീർഘകാല നേട്ടങ്ങൾക്കും വഴിയൊരുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇറാൻ അമേരിക്ക ധാരണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനം ഹോർമോസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടതിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഈ കടലിടുക്കിലൂടെയാണ് ആഗോള ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം നടക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം പകുതിയിലധികവും പ്രകൃതിവാതകമായ LNGയുടെ 90% ഈ പാതയിലൂടെയാണ് എത്തുന്നത്. യുദ്ധഭീതിയും ആക്രമണ സാധ്യതകളും കാരണം കപ്പൽ ഗതാഗത കമ്പനികളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും അധിക നിരക്കുകൾ ഈടാക്കിയിരുന്നു. ഇപ്പോൾ സ്ഥിതി സാധാരണ നിലയിലേക്ക് എത്തുന്നതോടെ ഈ അധിക ചിലവുകൾ കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ചെലവ് കുറയ്ക്കുന്നതിന് പുറമെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും. കടൽ ഗതാഗത ചെലവുകൾ കുറയ്ക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷകാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നിരുന്നു. ചില ഘട്ടങ്ങളിൽ ബാരലിന് $120 മുകളിലെത്തിയ വില ഇപ്പോൾ ഏകദേശം $77 താഴ്ന്നിരിക്കുകയാണ്. ഇത്തരം വിലക്കുറവ് ഇന്ത്യക്ക് വൻ സാമ്പത്തിക നേട്ടമാണ്. കാരണം ഇന്ത്യ ആവശ്യമായ എണ്ണയുടെ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. എണ്ണവിലയിലെ ഓരോ ഡോളർ കുറവും രാജ്യത്തിന്റെ ഇറക്കുമതി ബില്ലിൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭം സൃഷ്ടിക്കുന്നു. ഇറക്കുമതി ചെലവ് കുറയുന്നതോടെ വിദേശ നാണയ ചെലവ് കൂടും, കറണ്ട് അക്കൗണ്ട് കമ്മി താഴും, പണപ്പെരുപ്പ് സമ്മർദ്ദം കുറയും, രൂപയുടെ മൂല്യം കൂടുതൽ സ്ഥിരത കൈവരിക്കും, സർക്കാരിന്റെ ധനകാര്യനില മെച്ചപ്പെടും. സാമ്പത്തിക രംഗത്ത് ഇത്തരം മാറ്റങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വ്യവസായ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. 2019 വരെ ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരിൽ ഒരാളായിരുന്നു ഇറാൻ. എന്നാൽ അമേരിക്കൻ ഉപരോധങ്ങൾ ശക്തമായതോടെ ഇന്ത്യക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തേണ്ടി വന്നു. ഇപ്പോൾ അമേരിക്ക ഉപരോധങ്ങളിൽ ഭാഗിക ഇളവ് നൽകിയതോടെ സ്ഥിതി മാറുകയാണ്. ഇറാനിലെ എണ്ണ കയറ്റുമതി പുനരാരംഭിക്കുന്നതിനുള്ള താൽക്കാലിക അനുമതി ലഭിച്ചതോടെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ വീണ്ടും ഇറാനുമായി ചർച്ചകൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ മുൻപ് ഇന്ത്യക്ക് നൽകിയിരുന്ന പ്രധാന ആനുകൂല്യങ്ങൾ വിപണിയേക്കാൾ കുറഞ്ഞ നിരക്ക്, ദീർഘകാല പണമടയ്ക്കൽ സൗകര്യം, രൂപയിൽ ഇടപാട് നടത്താനുള്ള അവസരം, ഗതാഗത സൗകര്യങ്ങളിൽ പ്രത്യേക ഇളവുകൾ. ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വീണ്ടും ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടും. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ ഇന്ത്യക്ക് വൻ വിലക്കിഴിവിൽ എണ്ണ നൽകിയിരുന്നു. എന്നാൽ ആഗോള സാഹചര്യങ്ങൾ മാറിയതോടെ ആ ഇളവുകളുടെ തോത് കുറഞ്ഞു. ഇപ്പോൾ ഇറാൻ വീണ്ടും വിപണിയിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ ലഭിക്കും. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളായ റഷ്യയും ഇറാനും ഇന്ത്യൻ വിപണി നിലനിർത്താൻ മത്സരിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടേക്കാം. അത്തരത്തിലൊരു മത്സരമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കും. ദീർഘകാല കരാറുകളിൽ കൂടുതൽ അനുകൂല വ്യവസ്ഥകൾ ലഭിക്കും. വിതരണ സുരക്ഷ മെച്ചപ്പെടും. ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യം കുറയും. ഇന്ത്യയുടെ ഊർജ്ജ നയത്തിന് ഇത് വലിയ നേട്ടമായി മാറും. ആഗോള എണ്ണവില കുറയുന്നതിന്റെ നേട്ടം സർക്കാരിന്റെ തലത്തിൽ മാത്രമല്ല, സാധാരണ ജനങ്ങളിലേക്കും എത്താൻ സാധ്യതയുണ്ട്. എണ്ണവില താഴ്ന്ന നിലയിൽ തുടരുകയാണെങ്കിൽ പെട്രോൾ, ഡീസൽ വില കുറയാം, ഗതാഗത ചെലവുകൾ കുറയും, ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാം, വിമാന ടിക്കറ്റ് നിരക്കുകൾ കുറയും, വ്യവസായ ഉൽപാദന ചെലവ് കുറയും, നിർമ്മാണ മേഖലയ്ക്ക് ആശ്വാസമാകും. ഇതിലൂടെ കുടുംബങ്ങളുടെ പ്രതിമാസ ചെലവിൽ നേരിട്ടുള്ള കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും വിപണി വിദഗ്ധരുടെയും കണക്കുകൾ പ്രകാരം ആഗോള എണ്ണവില താഴ്ന്ന നിലയിൽ തുടരുകയാണെങ്കിൽ ഇന്ത്യക്ക് വൻതോതിൽ ലാഭമുണ്ടാകും. പ്രതിവർഷം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ എണ്ണ ഇറക്കുമതി നടത്തുന്ന രാജ്യമായതിനാൽ വിലയിലെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ സാമ്പത്തിക ഫലങ്ങൾ സൃഷ്ടിക്കും. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം കോടി മുതൽ 2 ലക്ഷം കോടി വരെ രൂപ ലാഭം നേടാൻ കഴിയും. വിദേശ നാണയ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാൻ സാധിക്കും. സർക്കാരിന്റെ സബ്സിഡി ബാധ്യത കുറയും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും കൂടുതൽ തുക വിനിയോഗിക്കാൻ അവസരം ലഭിക്കും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിലക്കുറവ് ഇന്ത്യക്ക് മറ്റൊരു പ്രധാന അവസരവും നൽകുന്നു. രാജ്യത്തിന്റെ തന്ത്രപ്രധാന എണ്ണശേഖരങ്ങൾ കുറഞ്ഞ ചെലവിൽ നിറയ്ക്കാൻ ഇത് സഹായിക്കും. ഭാവിയിൽ വീണ്ടും യുദ്ധമോ രാഷ്ട്രീയ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഈ ശേഖരങ്ങൾ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തെ വിദഗ്ധർ സുവർണ അവസരം എന്ന നിലയിലാണ് കാണുന്നത്. എന്നിരുന്നാലും എല്ലാ വെല്ലുവിളികളും അവസാനിച്ചുവെന്ന് പറയാൻ കഴിയില്ല. നിലവിലുള്ളത് സ്ഥിരമായ സമാധാന കരാറല്ല, 60 ദിവസത്തെ താൽക്കാലിക ധാരണ മാത്രമാണ്. പശ്ചിമേഷ്യയിലെ ഓരോ പ്രതിസന്ധിയും ഇന്ത്യക്ക് ഒരു പ്രധാന പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഒരു മേഖലയെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന്. അതുകൊണ്ടാണ് ഇന്ത്യ സൗരോർജ്ജ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നത്, കാറ്റാടിപ്പാടങ്ങൾ വികസിപ്പിക്കുന്നത്, ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നത്, വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നത്, ആഭ്യന്തര ഊർജ്ജ ഉൽപാദനം ശക്തമാക്കുന്നത്.
വിവിധ രാജ്യങ്ങളിൽ നിന്ന് സമാന്തരമായി എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഈ നയങ്ങൾ ഭാവിയിലെ ആഗോള പ്രതിസന്ധികളിൽ നിന്ന് രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിലവിലെ ധാരണ ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എണ്ണവിലയിലെ ഇടിവ്, ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ, ഇറാൻ എണ്ണയുടെ സാധ്യതാപൂർണ്ണ തിരിച്ചുവരവ്, കടൽ ഗതാഗത ചെലവിലെ കുറവ് എന്നിവയെല്ലാം ചേർന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നേട്ടങ്ങൾ സ്ഥിരതയാർന്നതാകണമെങ്കിൽ സമാധാന ശ്രമങ്ങൾ വിജയകരമായി മുന്നോട്ട് പോവുകയും പശ്ചിമേഷ്യയിൽ ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുകയും വേണം. അതുവരെ നിലവിലെ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ഊർജ്ജ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.